ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 19 അധ്യായം 23 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് എന്ന് യേശു പറയുമ്പോൾ സമ്പത്ത് തന്നെ തെറ്റാണ് എന്നല്ല അവിടുന്ന് പഠിപ്പിക്കുന്നത്. സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് കയറി വരുന്നതാണ് അപകടം. ധനം കൈവശം വയ്ക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ധനം നമ്മെ കൈവശം വയ്ക്കുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് യേശു ഒട്ടകവും സൂചിക്കുഴിയും ഉദാഹരണമായി പറയുന്നത്. മനുഷ്യൻ്റെ കഴിവും ശക്തിയും പരിമിതമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചോദിക്കുന്നത്, എനിക്ക് എന്തു കിട്ടും, എനിക്ക് എത്ര സമ്പാദിക്കാം, എനിക്ക് എന്ത് നഷ്ടപ്പെടും. എന്നാൽ യേശു നമ്മെ മറ്റൊരു ചോദ്യം പഠിപ്പിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഞാൻ എന്ത് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്? ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചവരാണ്. അതുകൊണ്ട് പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്തായിരിക്കും ലഭിക്കുക? യേശു അവരോട് പ്രതിഫലത്തെക്കുറിച്ച് ഉറപ്പ് നൽകുന്നു. എന്നാൽ ആ പ്രതിഫലം വെറും ഭൗതിക നേട്ടമല്ല, ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഇവിടെ മുൻപന്മാർ പലരും പിൻപന്മാരും, പിൻപന്മാർ പലരും മുൻപന്മാരുമായിരിക്കും എന്ന യേശുവിൻ്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ലോകത്തിൻ്റെ അളവുകോലും ദൈവത്തിൻ്റെ അളവുകോലും വ്യത്യസ്തമാണ്. ലോകം വിജയത്തെ അളക്കുന്നത് സമ്പത്ത്, അധികാരം, പ്രശസ്തി, സ്ഥാനം എന്നിവ കൊണ്ടാണ്. എന്നാൽ ദൈവം നോക്കുന്നത് സ്നേഹം, ത്യാഗം, വിശ്വസ്തത, വിനയം, സേവനം എന്നിവയാണ്. ഒരു മനുഷ്യൻ ജീവിതം മുഴുവൻ സമ്പാദിച്ചു, ഒടുവിൽ മരിക്കുമ്പോൾ അവൻ്റെ കൈകൾ ശൂന്യമായിരുന്നു. അവൻ സമ്പാദിച്ചതെല്ലാം മറ്റുള്ളവർക്ക് ശേഷിച്ചു. എന്നാൽ സ്നേഹത്തിനായി നൽകിയ സമയം, ദൈവത്തിനായി ചെയ്ത പ്രാർത്ഥന, മറ്റൊരാളുടെ കണ്ണീർ തുടച്ച നിമിഷം, ക്ഷമിച്ച അവസരങ്ങൾ, ഇവയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥ നിക്ഷേപമായി മാറുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെക്കാൾ വലിയ സ്ഥാനത്ത് എന്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? പണമാണോ, സ്ഥാനമാനങ്ങളാണോ, ബന്ധങ്ങളാണോ, സ്വാർത്ഥതയാണോ, എൻ്റെ സൗകര്യങ്ങളാണോ? ക്രിസ്തുവിനെ അനുഗമിക്കാൻ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നാൽ ഞാൻ അതിന് തയ്യാറാണോ? ക്രിസ്തീയ ജീവിതം എന്നത് എല്ലാം ഉപേക്ഷിച്ച് ശൂന്യരാകുക എന്നതല്ല, ദൈവത്തിനായി ഹൃദയം സ്വതന്ത്രമാക്കുക എന്നതാണ്. നമ്മുടെ കൈകളിലുള്ളതെല്ലാം ദൈവത്തിന് ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ സ്നേഹത്തോടും ഉത്തരവാദിത്തോടും കൂടി ഉപയോഗിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സമ്പന്നരാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കട്ടെ? കർത്താവേ, നിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെയും വയ്ക്കാതിരിക്കുവാനുള്ള കൃപ നൽകണമേ. എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ബന്ധിക്കപ്പെടാതെ അവയിലൂടെ നിന്നെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സേവിക്കാനും എന്നെ പഠിപ്പിക്കണമേ. എല്ലാം നഷ്ടപ്പെട്ടാലും നിന്നെ നഷ്ടപ്പെടാതിരിക്കാനുള്ള കൃപ തരണമേ. കാരണം ഒടുവിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമുക്കുള്ളതല്ല, നമ്മുടേതായിരിക്കുന്ന ക്രിസ്തുവാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.